അല്പസമയം അതാത് സ്ഥാനങ്ങളിലിരിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും ആദരണീയനായ വന്യ സ്ലീബാകോർ എപ്പിസ്കോപ്പാച്ചൻ, വികാരി പ്രിയപ്പെട്ട ഷമ്മിയച്ചൻ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരീ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഭാരതത്തിൻ്റെ അപ്പോസ്തലനും നമ്മുടെ കാവൽ പിതാവുമായ വിശുദ്ധ തോമാസ് ലീഹായുടെ ദുഃഖ്രോനോ പെരുന്നാൾ ഈ ഇടവകയും ദേശത്തുള്ള നാനാജാതി മതസ്ഥരായ ദൈവമക്കളും ഭക്തി ബഹുമാനാദരവുകളോടുകൂടെ കൊണ്ടാടുന്നതായ ഒരനുഗ്രഹീത സന്ദർഭത്തിലാണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇന്ന് രാവിലെ മലങ്കര മെത്രാപ്പോലീത്തായും പരിശുദ്ധ സഭയുടെ അഭിമാനവുമായ അഭിവന്യ പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി ഇവിടെ എഴുന്നള്ളി വന്ന് നമ്മുടെ പെരുന്നാളിൻ്റെ കൊടി ഉയർത്തി പ്രാർത്ഥനയോടെ നമ്മുടെ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു വശത്ത് ഹൃദയം നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, മറുവശത്ത് വലിയ ഹൃദയഭാരത്തോടുകൂടെയുമാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയ്ക്ക് ഞാനിവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധ സഭയുടെ മക്കൾ അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഇതുപോലൊരു ഷെഡിൽ ഈ ചൂടും എല്ലാം അനുഭവിച്ച് ഇവിടെ ഈ മുറ്റത്ത് ഇരിക്കുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം വീട്ടിൽ നിന്നും അട്ടി പുറത്താക്കപ്പെട്ട ഒരു കുടുംബത്തിലെ മക്കളുടെ വേദനയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്നതെന്ന് എനിക്കറിയാം. മുളന്തുരുത്തി മാർത്തോമായ ഇടവക എന്ന് പറയുന്നത് പരിശുദ്ധ സുറിയാനി സഭയുടെ തിലകക്കുറിയാണ്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കണ്ണിലുണ്ണിയാണ്. ഈ ദേവാലയത്തിന്റെ ചരിത്രവും അതിന്റെ പാരമ്പര്യങ്ങളും പ്രാധാന്യവുമെല്ലാം അനേക വർഷങ്ങളിൽ പ്രസംഗങ്ങളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഈ ഇടവകയിലെ മക്കൾക്കറിയാം. എന്നാൽ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്രമുറങ്ങുന്ന ഒരു ഇടവകയാണ് മുളന്തുരുത്തി ഇടവക എന്ന് പറയുന്നത്. ഭാരതത്തിൽ ജനാധിപത്യം വരുന്നതിന് മുൻപ് 1876 പത്രോസ്തതിയൻ പാത്രിയർക്കീസ് ബാവ എഴുന്നള്ളി വന്ന് മലങ്കര സഭയിൽ 7 ഭദ്രാസനങ്ങളായി തിരിച്ച് ജനാധിപത്യ ഭരണക്രമം ആരംഭിച്ച സ്ഥലമാണ് മുളന്തുരുത്തി ഇടവക. ഇവിടെ വെച്ചായിരുന്നു അത് നടന്നത്, ചരിത്ര പ്രസിദ്ധമായ മുളന്തുരുത്തി സുന്നഹദോസ്. അതിനുശേഷം നമുക്കറിയാം, സഭാചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയോ അന്ത്യോക്യയിൽ വന്ന പിതാക്കന്മാരാണ് ഇവിടെ കബറടങ്ങിയിരിക്കുന്നത്. അവരുടെ കബറങ്ങൾ നമ്മുടെ കൂടെ സാക്ഷ്യമായി ആ വിശ്വാസത്തിന്റെ തീജ്വാലയായി ഇവിടെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇടവകയാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. രണ്ടാം യെരൂശലേം എന്ന് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം നാമകരണം ചെയ്ത പുണ്യപ്പെട്ട സ്ഥലമാണ്, ഇടവകയാണ് മുളന്തുരുത്തി ഇടവക എന്ന് പറയുന്നത്. ഞാൻ ആ കാര്യങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ്മാര് എന്നെല്ലാം മലങ്കരയിൽ എഴുന്നള്ളി വന്നിട്ടുണ്ടോ, ആ പുണ്യപ്പെട്ട പിതാക്കന്മാര് ഇവിടെ വന്നതിന് ശേഷമേ മടങ്ങിപ്പോകാറുള്ളൂ, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഒഴികെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭാചരിത്രത്തിലും സുറിയാനി സഭയുടെ ചരിത്രത്തിൽ മാത്രമല്ല, ഭാരതീയ സഭാചരിത്രത്തിലും മുളന്തുരുത്തി ഇടവകയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് നമുക്കറിയാം. എന്നാൽ 2020 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ആ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു കരിദിനമായി മലങ്കര സഭയുടെ കേരള ചരിത്രത്തിന്റെ ഒരു കരിദിനമായി, കറുത്ത അധ്യായമായി ഇന്നും അവശേഷിക്കുകയാണ്. ആ പകലും ആ രാത്രിയും ഇടവകയിലെ ദൈവമക്കളോടുകൂടെ ബലഹീനായി ഞാനും ഉണ്ടായിരുന്നു. രാത്രി 2 മണിയോടുകൂടി നടന്ന സംഭവം ഞാൻ ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനല്ല, മറിച്ച്
വേദനയായി വിങ്ങുന്ന മുറിവായി നമ്മുടെ ഹൃദയത്തിൽ അത് നിൽക്കുമ്പോൾ രാത്രിയിൽ നൂറുകണക്കിന് പോലീസുകാർ വന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പുരോഹിതന്മാരെയും എന്തിനു മേൽപ്പെട്ടക്കാരവരെയും വലിച്ചിഴച്ച് ആ ഭീകര രാത്രി അവിടെ നിന്ന് നമ്മളെ പുറത്താക്കി. എന്നാൽ ഇസ്രായേൽ മക്കള് മരുഭൂമി യാത്രയില് ഫറവോന്റെ പീഡനങ്ങൾ അനുഭവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് നടത്തുമ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും സ്വർഗത്തിലെ ദൈവം അവരെ വഴി നടത്തി. ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദേവാലയം ഇന്ന് ചിലരുടെ കയ്യിലായെങ്കിൽ പിതാക്കന്മാരെ അവർക്ക് കൈക്കലാക്കാൻ കഴിയില്ല. ആ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത, അന്ത്യോഖ്യയിൽ നിന്ന് ഇവിടെ വന്ന പിതാക്കന്മാർ സുഖിക്കാൻ വന്നതല്ലല്ലോ. ഞാൻ പറയാറുണ്ട്, കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച് ഇവിടെ കബറടങ്ങിയിരിക്കുന്ന ഹിദായത്തുള്ള ഇവാനിയോസ് എന്ന് പറയുന്ന പിതാവ് 92 വയസ്സുള്ള കോതമംഗലം ബാവായുടെ കൂടെ വന്ന ആളാണ് നമുക്കറിയാം. ആ പുണ്യപ്പെട്ട പിതാവ് 92 വയസ്സുകാരൻ 13 ദിവസമേ വന്നുള്ളല്ലോ, ഇവിടെ താമസിച്ചുള്ള ജീവിച്ചുള്ളല്ലോ. ഇവിടെ കാലം ചെയ്ത് മലങ്കര മണ്ണിനോട് ചേർന്നു. 92 വയസ്സുകാരൻ ടൂറിസത്തിന് വന്നതല്ല മക്കളെ. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവും സുറിയാനി സഭയും മലങ്കരയിൽ നിന്ന് അസ്തമിച്ച കാലത്ത് ഈ സഭയെ നയിക്കാൻ വേണ്ടി, ഈ സഭയെ നിലനിർത്താൻ വേണ്ടി എഴുന്നള്ളി വന്ന പിതാക്കന്മാര് കോതമംഗലത്ത് ബാവായും ഹിദായത്തുള്ള ബാവായും അബ്ദുൽ ജലീൽ ബാവായും ശക്രുള്ള ബാവായും എല്ലാം ആ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ കബറിടങ്ങളിൽ നിന്ന് സാക്ഷ്യമായി നിൽക്കുമ്പോൾ വെറും കല്ലോ മണ്ണോ കൊണ്ടുള്ളതായ കൂടാരങ്ങളല്ലത്, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജീവിക്കുന്ന പിതാക്കന്മാര് അവര് നമുക്ക് കൂട്ടും കാവലുമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ 2017 ജൂലൈ 3-ാം തീയതി ഒരു സെന്റ് തോമസ് ഡേയില് ഇവിടെ അന്ന് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് അന്ന് അതിനുശേഷം ഇവിടെ നമ്മൾ കേട്ടതായ സുറിയാനി മലങ്കര സുറിയാനി സഭയുടെ യാക്കോബായ സുറിയാനി സഭയുടെ മക്കളുടെ ഹൃദയത്തിലാണ് ഈ അടിച്ച ദിവസമായിരുന്നു അന്ന്. എന്നാൽ ഈ മിനിങ്ങാന്ന് സർവശക്തനായ ദൈവത്തിന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വിനയപ്പെട്ട്. നീതി നടത്തുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. അനാഥനോടും വിധവയോടും പീഡിക്കപ്പെടുന്നതിനോടും കരുണ കാണിക്കുന്ന ദൈവമാണ്. പീഡകന്റെ കൂടെ നിൽക്കുന്ന ദൈവമല്ല, മറിച്ച് പീഡിതന്റെയും അനാഥന്റെയും കണ്ണുനീര് തുടയ്ക്കുവാനുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് മനസ്സിലാക്കി ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം എത്രമാത്രം ഇന്നലെ മിനിങ്ങാന്നും അഭിയുന്ന പിതാവായ മലങ്കര മെത്രാപ്പൊലീത്തായുടെ ഒരു കൽപ്പന മലങ്കരയിലേക്ക് മുഴുവനും അയച്ചു. നാളെ നമ്മുടെ കേസ് വരികയാണ്. നമുക്ക് ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള, ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ കർത്താവിങ്കിൽ ആശ്രയിക്കുന്നു. 2002 യാക്കോബായ സുറിയാനി സഭയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചു എന്ന് പറഞ്ഞ് കോട്ടയത്ത് ഒരാളെ പ്രഖ്യാപനം നടത്തി. ശ്രേഷ്ഠ ബാവാതിരുമേനി തന്റെ മക്കളെയും കൊണ്ട് കോതമംഗലം ചെറിയ പള്ളിയിൽ ആ വിശുദ്ധന്റെ കബറിങ്കിൽ നിന്ന് തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് വിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചു. എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വിധി വരേണ്ട സമയത്ത് ബാവായുടെ കറിയിലേക്ക് ഒരു കുറിപ്പ് കിട്ടി. അവിടെ വന്നത് എന്താണെന്നറിയാമോ? അന്ന് വിധി പറയാനിരുന്ന ജഡ്ജിയുടെ അപ്പൻ മരിച്ചു. അങ്ങനെ വിധി പറയൽ മാറ്റിവെച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ ആരും നമുക്ക് കൂട്ടില്ല, പണമില്ല, സ്വാധീനമില്ല. മറിച്ച് നമ്മുടെ ദൈവം, ഇന്നയോളം നടത്തിയ നമ്മുടെ ദൈവം നമ്മളെ കൈവിടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രമാത്രം വേദനയോടെയാണ് നമ്മൾ 6 പള്ളികളെ സംബന്ധിച്ചിടത്തോളമുള്ള നിർണായകമായ ഒരു വിധി. അത് 6 പള്ളികളുടെ കാര്യം മാത്രമല്ല, നിങ്ങൾക്കറിയാം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ കരുതൽ നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ആശ്വാസമാണ് ഇന്നലെ അല്പമെങ്കിലും നമുക്ക് ലഭിച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ
ആ നടന്നതിന്റെ തുടർച്ചയായി ഇന്നലെ സുപ്രീം കോടതിയിൽ ആ വാദം നടക്കുമ്പോൾ അത് മുഴുവനും ഓൺലൈനായിട്ട് ഞാൻ കാണുകയുണ്ടായി. അവിടെ നടന്ന കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നതിന്റെ ഒരു തെളിവായി കഴിഞ്ഞ ദിവസങ്ങൾ അവർ കൊടുത്തതായ ഓർത്തഡോക്സ് വിഭാഗം കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട്. 13-ാം തീയതി, ഡിസംബർ 13-ാം തീയതി. അന്ന് അതിന്റെ കാരണമെന്ന് പറയുന്ന ഡിസംബർ 3-ാം തീയതി ഈ 6 പള്ളികളെ സംബന്ധിച്ചിടത്തോളം കേസ് വന്നപ്പോൾ കേരള ഗവൺമെന്റ് ആയിരുന്നു അതിനകത്ത് കണ്ടംപ്റ്റിനെതിരായിട്ട് പോയത്. നമ്മളുടെ ആ പള്ളിക്കാരും കക്ഷി ചേർന്നു. ആ ഡിസംബർ 3-ാം തീയതി സംഭവിച്ചത്, ഡിസംബർ 3-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു. സെമിത്തേരികള്, സ്കൂളുകള്, പള്ളിയുടെ പൊതു സ്ഥാപനങ്ങള്, അവിടെയെല്ലാം 34 അനുസരിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നും ഓർത്തഡോക്സ് വിഭാഗത്തോട് അത് രേഖാമൂലം അഫിഡവിറ്റായി കോടതിക്ക് കൊടുക്കണമെന്നും പറഞ്ഞു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു അഫിഡവിറ്റ് അവർ തയ്യാറാക്കി കൊടുത്തത്. 13-ാം തീയതി കൊടുത്തത്. അത് സോഷ്യൽ മീഡിയയിലും എല്ലാം അവൈലബിൾ ആയിരുന്നു. 2 അഫിഡവിറ്റുകൾ. ഒരു അഫിഡവിറ്റിന്റെ അകത്ത് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് നൽകിയിരിക്കുന്നതായ നമ്മുടെ സെമിത്തേരി ബിൽ അനുസരിച്ച്, അതനുസരിച്ചാണ് മൃതസംസ്കാരം നടത്തുന്നത്, ഞങ്ങൾ അതാണ് ഫോളോ ചെയ്തു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുത്തു. അതിന്റെ കൂടെ ഒരു അഡീഷണൽ അഫിഡവിറ്റ് കൊടുത്തു, സത്യവാങ്മൂലം കൊടുത്തു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? 34 ഭരണഘടന അനുസരിച്ചല്ലാതെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുകയില്ല, ചെയ്യാൻ പറ്റുകയില്ല എന്നും പറഞ്ഞ്, മാത്രമല്ല വളരെ മറ്റൊരു വ്യത്യസ്തമായ കാര്യവും കൂടെ പറഞ്ഞു. യാക്കോബായ സഭ എന്ന് പറയുന്ന സഭ വേറൊരു വിശ്വാസവും വേറെ ആചാരങ്ങളുമുള്ള ഒരു അന്യസഭയിലെ പുരോഹിതന് അവിടെ സെമിത്തേരിയിൽ കയറി ഇത് നടത്താൻ അനുവദിക്കാൻ പറ്റില്ല. അനുവദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ അഫിഡവിറ്റോടെ കൊടുത്തു. ഞാൻ 2 കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് പറയട്ടെ. ഒരു 2 ആഴ്ച മുൻപ് കോട്ടയത്തെ കാതോലിക്ക ബാവ ഒരു സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ആഹ്വാനം നടത്തി. നമ്മുടെ ഗ്രിഗോറിയോസ് തിരുമേനിയും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായും ചർച്ചകൾക്ക് ഈ സഭ എന്നും സന്നദ്ധമാണെന്നുള്ള കാര്യം അത് പണ്ട് മുതലേ ഉള്ള നമ്മുടെ നിലപാടാണ്. 2015 പാത്രിയർക്കീസ് ബാവ അതിനുവേണ്ടി കമ്മിറ്റിയെ പോലും നിയോഗിച്ചതാണ്, ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ്. പക്ഷെ ഓർത്തഡോക്സ് വിഭാഗം സഹകരിക്കാതിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഈ സമാധാന ആഹ്വാനവും ഐക്യത്തിന്റെ ആഹ്വാനവും പറഞ്ഞ അതേ നേതൃത്വമാണ് ഈ 13-ാം തീയതി കോടതിയോട് പറയുകയാണ്, യാക്കോബായ സഭയിലെ വൈദികനെ ഞങ്ങൾ കയറ്റാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ്, ഇത് വേറെ ഒരു സഭയാണെന്ന് പറഞ്ഞ് ഒരു അഫിഡവിറ്റ് കൊടുത്തു. ഇത് രണ്ടും ഞാൻ എപ്പോഴും പറഞ്ഞ ഇരട്ടമുഖമതാണ്. ഒരു വശത്ത് സമാധാനത്തിന്റെ ആഹ്വാനവും മറുവശത്ത് അസമാധാനത്തിന്റെയും അശാന്തിയുടെയും ഒരു മുഖവും നമ്മൾ കാണുകയാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് കൊടുത്ത സെമിത്തേരി ഉണ്ടാക്കിയ സെമിത്തേരി ആക്ട് അനുസരിച്ച്, ബില്ലനുസരിച്ചാണ്, അതനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ മുളന്തുരുത്തി പള്ളിയില് ഏതാനും നാളുകൾക്ക് മുൻപ് എത്ര മണിക്കൂർ ഇവിടുത്തെ ദൈവമക്കൾ ഈ സെമിത്തേരിയിൽ കയറാൻ പറ്റാതെ ഇവിടെ നിന്നു എന്നുള്ളത് നമുക്കറിയാം. കള്ളത്തരങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷെ എന്താ സംഭവിച്ചത്? സുപ്രീം കോടതിയിൽ പറഞ്ഞു ഞങ്ങളത് അനുസരിക്കുന്നത്. ഈ ഹൈക്കോടതിയിൽ ഒരു റിട്ട് നിൽക്കുകയാണ്. ഈ സെമിത്തേരി ബില്ലിനെ, ഓർഡിനൻസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട് ഒരു റിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ കോട്ടയത്തെ കാലം ചെയ്ത പൗലോസ്തുതിയൻ ബാവായും അന്നത്തെ സെക്രട്ടറിയും ചേർന്ന് കൊടുത്തിരിക്കുന്നതായ റിട്ട് അത് നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതിയുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് പറയുകയാണ്, ഞങ്ങൾ അതനുസരിച്ച് ആരെയും തടയുന്നില്ല. ഞാൻ ആ കാര്യങ്ങൾ ദീർഘിപ്പിക്കുവാനല്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്താണെങ്കിലും സുപ്രീം കോടതിയിൽ ഇന്നലെ ആ കാര്യങ്ങൾ വന്നപ്പോൾ ഇവര് പറഞ്ഞൊരു കാര്യം, ഇത്രയും കാലം സുപ്രീം കോടതിയിൽ പറഞ്ഞല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മുടെ അടുത്തൊക്കെ പറയും, യാക്കോബായ സഭ എന്ന് പറയുന്ന ഒരു സഭയില്ല. ഇത് പറഞ്ഞിരുന്ന ആളുകളാണ് ഇന്നലെ കോടതിയിൽ പറഞ്ഞത്, യാക്കോബായ സഭ എന്ന് പറയുന്ന വേറൊരു സഭയുണ്ട്, അത് തികച്ചും വ്യത്യസ്തമായൊരു വിശ്വാസമാണ്. ഇവിടെ കോടതി ഒരു ചോദ്യം ഇവര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കോടതി ബഹുമാനപ്പെട്ട ജഡ്ജി ന്യായാധിപൻ ഒരു കാര്യം അവരോട് പറഞ്ഞു,
യാക്കോബായ സഭ അല്ലെങ്കിൽ മലങ്കര സഭ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭ വിഭാഗം, ഓർത്തഡോക്സ് സഭ മാത്രമാണ് അതിന്റെ അവകാശികൾ, ഞങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജി ചോദിച്ചൊരു ചോദ്യമുണ്ട്. മലങ്കര ചർച്ച് ബില്ല് അല്ലെങ്കിൽ സെമിത്തേരി ബില്ലിൽ പറഞ്ഞിരിക്കുന്ന മലങ്കര സഭയിലെ 2 വിഭാഗങ്ങൾ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ എന്നുള്ളത് ഇതിനകത്തില്ലേ? നിങ്ങൾ ഓർത്തഡോക്സ് അല്ലേ? യാക്കോബായ അവരല്ലേ? പിന്നെ എങ്ങനെയാണ് ഈ ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടത് 2 വിഭാഗത്തിനും അവകാശപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ ആ ജഡ്ജി പറയുന്നത്? ആ വാദത്തിനിടയിൽ ഞാൻ കേട്ടു. ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഈ കപടതയും ഈ വക്രതയും വഞ്ചനയും എല്ലാം എത്ര നാളാണിത് കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ടാണ് സുപ്രീം കോടതിയില് എനിക്ക് തോന്നുന്നു ജനാധിപത്യപരമായ കാര്യങ്ങളെ കുറിച്ച് കോടതികൾ ചിന്തിക്കാനും ഈ പരിശുദ്ധ സഭയുടെ മക്കളുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളി അത് കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം മനസ്സിലായിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവായിട്ട്, ആരംഭമായിട്ട് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഹങ്കരിക്കേണ്ട സമയമല്ല. ദൈവത്തിന്റെ മുൻപിൽ കൂടുതൽ വിനയപ്പെട്ട് നമ്മുടെ ബാവാതിരിമേനി പറയുമായിരുന്നു, ശത്രുക്കളെ നശിപ്പിക്കാതെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവസാനം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കൃത്യമായ നിർദ്ദേശം കേരള ഗവൺമെന്റിന് കൊടുത്തിരിക്കുകയാണ്. അവിടെ ചോദിച്ചു, ഓരോ പള്ളികളില് എത്ര പേര് യാക്കോബായക്കാർ, എത്ര പേര് ഓർത്തഡോക്സുകാരുണ്ട്? പാലക്കാട് ജില്ലയിലെയും എറണാകുളത്തെയും കാര്യം, ഈ പള്ളികളുടെ കാര്യം നമ്മുടെ അഡ്വക്കേറ്റ് ശ്യാം ദിവാൻ പറഞ്ഞു. കപിൽ സിബൽ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ വക്കീലിനോട് ചോദിച്ചിട്ട് പറഞ്ഞു, അവസാനം പറഞ്ഞു, പഞ്ചായത്ത് തലത്തിലും ഇടവക തലത്തിലും ഈ ഇടവകകളിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവർ യാക്കോബായക്കാരും എത്ര പേരുണ്ടെന്നുള്ളതിന്റെ കണക്കെടുക്കുക. ഓരോ പള്ളികളും ആരുടെ കൈവശമാണെന്നുള്ളതിന്റെ കണക്കെടുക്കുക. എന്നിട്ട് കോടതിയെ അറിയിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, മുളന്തുരുത്തി പള്ളി മാത്രം എടുത്താൽ മതി. 3000-ഓളം യാക്കോബായ ഇടവകക്കാരുള്ളതായ ദേവാലയമല്ല ഇത്. 400 താഴെ മാത്രമല്ലേ ഇവിടുത്തെ ഓർത്തഡോക്സ് സഭയിലെ ആ അംഗങ്ങളുള്ളതായ ഇടവകളല്ലേ ഇവിടെ ഉള്ളൂ. മനോഹരമായ 2-3 കോടി രൂപ മുടക്കി പണിത ഒരു ദേവാലയം 10 മീറ്റർ താഴെ അവർക്കുണ്ട്. ഇന്ന് യാക്കോബായക്കാരുടെ ഈ ഷെഡിൽ തോമാസ് ശ്ലീഹായുടെ പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം ഇവിടേക്ക് അടിച്ചിറക്കി ഇന്ന് ആ ദേവാലയത്തിൽ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാൻ പറയുകയില്ല. എവിടെയാണ് ദൈവികത, എവിടെയാണ് ക്രിസ്തീയത, എവിടെയാണ് നീതി എന്നുള്ളത് അത് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്താണെങ്കിലും ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ മര്യാദയിലൂടെ ഭൂരിഭാഗം, ഇവിടുത്തെ കാര്യം മാത്രം ഞാൻ പറഞ്ഞു, ഇതുപോലെ പിറവം പള്ളി നമ്മുടെ പിടിച്ചുകൊണ്ടുപോയ 58 പള്ളികളിലും 90%, 99%, 100% യാക്കോബായക്കാര് മാത്രമുള്ള പള്ളികളല്ലേ? പിറവം പള്ളിയിൽ പോയി അവിടെ ജീവൻ പോലും ബലി കൊടുക്കുവാൻ തക്കവണ്ണം നിന്നൊരു കൊച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ആ പള്ളിയിൽ നിന്നും അന്ന് അടിച്ചിറക്കി കഴിഞ്ഞപ്പോൾ ഹൃദയവേദനയോടെ ഇവിടെ നിന്ന് ആ രാത്രികാലം ഇവിടെ നിറക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് വീണ കണ്ണുനീര്, ഞാനന്ന് പറഞ്ഞു, ആ ഓരോ കണ്ണുനീർ തുള്ളികളും അഗ്നിയായിട്ടാണ് ഇവിടെ വീഴുന്നത്. കാരണം ഹൃദയത്തിൽ നിന്നുള്ളതായ നുറുങ്ങുന്ന ആ രക്തം ആയിട്ടാണ് അവിടെ വീണിരിക്കുന്നത്. ഞാൻ ആരെയും വേദനിപ്പിക്കുവാൻ പറയുന്നില്ല, മറിച്ച് നമ്മുടെ വേദനകൾ നമുക്ക് സ്വർഗത്തിലെ ദൈവത്തോടാണ് അറിയിക്കുവാനുള്ളത്. നമ്മുടെ ദൈവം നമ്മളെ കരുതും, കാത്തു സംരക്ഷിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായ ഉറപ്പോടുകൂടെ നീതിപീഠങ്ങൾ കണ്ണു തുറക്കട്ടെ. യാക്കോബായ സുറിയാനി സഭയുടെ മക്കൾക്ക് നീതി ലഭിക്കുവാൻ തക്കവണ്ണം കേരള ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എപ്പോഴാണ് ഒരു സെമിത്തേരി ബില്ലുണ്ടാക്കിയത്? എപ്പോഴാണ്? മൃതദേഹങ്ങൾ 45 ദിവസം കട്ടച്ചറയിൽ ഒരു മൃതദേഹം അവിടെ വെച്ചുകൊണ്ടിരുന്നില്ലേ? കണ്ണിയാട്ട് നിരപ്പ് അടുത്ത കാലത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ ഒരു വലിയ മനുഷ്യന്റെ അമ്മയുടെ മൃതശരീരം അടക്കാൻ പറ്റാതെ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായില്ലേ? ഇവിടെയെല്ലാം ഏത് പ്രതിസന്ധി വന്നു, എത്രമാത്രം നമ്മളെ പീഡിപ്പിച്ചു. മുളന്തുരുത്തിയില് മലങ്കര മെത്രാപ്പോലീത്തായുടെ ഇടവകയാണ്. അദ്ദേഹത്തിന്റെ അപ്പന്റെയോ അമ്മയുടെ കുഴിമാടത്തിൽ കയറാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെയാണ് സുപ്രീം കോടതി
ഇന്നലെ ചോദിച്ച് പറഞ്ഞതായ നിർണായകമായ കാര്യങ്ങളുടെ പ്രസക്തി നമുക്ക് അറിയില്ല. 29-30 ദിവസങ്ങളിൽ അതിന്റെ തുടർവാദം നടക്കുകയാണ്. നമുക്കറിയില്ല എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, നമുക്ക് ആശ്രയവും നമുക്ക് ശക്തിയും പണമോ സ്വാധീനമോ അല്ലെങ്കിൽ കുതിരകളോ രഥങ്ങളോ അല്ല, മറിച്ച് നീതി നടപ്പാക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. രണ്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയുടെ തീച്ചുളകളിലൂടെ പോയാലും വിശ്വാസത്തെ ഉപേക്ഷിക്കാതെ തങ്ങളുടെ പിതാക്കന്മാര് പഠിപ്പിച്ച സത്യവിശ്വാസം കണ്ണിലെ കൃഷ്ണപടി പോലെ കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളെ പോലുള്ള ദൈവമക്കള്. അതുകൊണ്ട് തന്നെയാണ് ഈ സഭയുടെ 58 പള്ളി കൊണ്ടുപോയിട്ടും എത്ര പേരെ പിടിച്ചുകൊണ്ടു പോകാൻ പറ്റി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓർത്തഡോക്സ് സഭയിലെ അവസാനത്തെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരത് പാലിച്ചാൽ മതി. ഇത് യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും 2 സഭകളാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലം പറഞ്ഞു യാക്കോബായ സഭ. ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. യാക്കോബായ സഭ എന്നൊരു സഭയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മലങ്കരയിലെ സഭ ഈ പിളർപ്പിന് മുൻപ് എന്തായിരുന്നു ഈ സഭയുടെ പേരെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. എന്നാൽ മറിച്ച് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് മലങ്കര സഭ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭ മാത്രമാണ്. ഇന്നലെ കോടതിയും ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ആ ഒഫീഷ്യൽ ഡോക്യുമെന്റിലും മലങ്കരയിലെ സഭ എന്ന് പറയുന്ന ഓർത്തഡോക്സ് മാത്രമല്ല, യാക്കോബായ സഭയും ഈ മലങ്കരയിലെ സഭയാണെന്ന് പറയുമ്പോൾ ഈ ഇടവകയിലെ അവകാശികളായ ദൈവമക്കളെ അങ്ങനെ പുറത്താക്കാനായിട്ട് സാധിക്കുമോ? ഈ ഒറ്റ യാഥാർത്ഥ്യം അംഗീകരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് പ്രശ്നം തീരും. ഓർത്തഡോക്സ് സഭയിലെ ഭൂരിഭാഗം ദൈവമക്കളും അവിടുത്തെ വൈദികരും മേൽപ്പട്ടക്കാരും അവരെല്ലാം ഈ പള്ളിപിടുത്തത്തിനും ഈ രീതികൾക്കും എതിരാണ്. ചുരുക്കം ചിലരുടെ സ്വാർത്ഥതയും സ്വത്തുമോഹവുമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് അവരിൽ തന്നെ ചിലർ എന്നോട് അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തെക്കൻ പ്രദേശത്തേക്ക് അവർക്കൊരു പ്രശ്നമില്ല. കാരണം ഓർത്തഡോക്സ് സഭയുടെ കയ്യിലിരിക്കുന്ന അവരുടേതായ പള്ളികളിൽ ഒരിടത്ത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. അവര് സമാധാനപരമായി ആരാധന നടത്തുകയാണ്. ഈ പിടിച്ചുകൊണ്ടുപോയ നമ്മുടെ പള്ളികൾ പലതും നടത്തിക്കൊണ്ടു പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചോരക്കുഴി പള്ളിയിലൊക്കെ തടി വിറ്റിട്ടാണ് പള്ളി നടത്തിക്കൊണ്ടു പോകണമെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ കോടതിയിൽ കൊടുത്ത 2 സഭകളാണെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ച് ഇത് 2 സഭകളായിട്ട് തന്നെയാണ് പോകുന്നത്. അതിന്റെ കാരണം എന്താ? യാക്കോബായ സഭ എന്ന് പറയുന്നത് ആഗമാന സുറിയാനി സഭയുടെ ഭാഗമായ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിന്റെ കൈവപ്പുള്ളതായ അപ്പോസ്തോലിക പിന്തുടർച്ചയുള്ള പരിശുദ്ധ പാത്രിയർക്കീസ് ബാബ തലവനായിരിക്കുന്ന ആഗമാന സുറിയാനി സഭയുടെ ഭാഗമായ സഭ. ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ഇന്നവരെ പോകുന്നത് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന കോട്ടയത്തെ കാതോലിക്ക ബാവ അതിന്റെ പരമാധ്യക്ഷനായിരിക്കുന്ന ഒരു സ്വയശീർഷക സഭയായി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെന്നും ഓർത്തഡോക്സ് സിറിയൻ സഭയെന്നും അറിയപ്പെടുന്ന മറ്റൊരു സഭ. എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് 2 പ്രധാനമന്ത്രിമാരുണ്ടാകാൻ പറ്റുമോ? കേരളത്തിൽ 2 ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാകാൻ പറ്റുമോ? ഒരു സഭയ്ക്ക് ഒരു തലവനാണ്. അതാണ് 95 സുപ്രീം കോടതി പറഞ്ഞത്. ഇത് ആഗമാന സുറിയാനി സഭയുടെ ഭാഗവും പാത്രിയർക്കീസ് ഇതിന്റെ തലവനും കാതോലിക്ക 2ാം സ്ഥാനിയും ഇവിടുത്തെ അപ്പോസ്തോലിക പിന്തുടർച്ച പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ നിന്ന് തോമാസ് ലീഹായുടെ സിംഹാസനം എന്ന് പറയുന്നത് ആലങ്കാരികം, ഹോണറിഫിക് എന്ന് പറഞ്ഞതും ഇടവക പള്ളികൾ എന്ന് പറയുന്നത് അവിടുത്തെ പൊതുയോഗം അത് കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയത്. ആ പൊതുയോഗത്തിനാണ് ഇതിന്റെ പരമാധികാരമെന്നും പറഞ്ഞ് 95 റെസ് ജൂഡിക്കേറ്റ് അല്ലെങ്കിൽ ആ വിധിയാണ് പരമപ്രധാനമായ. അത് അംഗീകരിക്കാതെ സ്വതന്ത്ര സഭയായി പോകുമ്പോൾ അതങ്ങ് അംഗീകരിച്ചാൽ മതി. നമുക്ക് ഈ ഒറ്റ ദിവസം കൊണ്ട് വിഷയം തരും. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പിള്ളേര് മുഴുവനും ചെറുപ്പക്കാർ മുഴുവനും പോവുകയാണ്. ദേവാലയങ്ങളിൽ എത്ര ചെറുപ്പക്കാരുണ്ട്? ഈ പള്ളികൾ പിടിച്ചെടുത്ത് എങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടാണ്? നമുക്ക് 2 സഹോദരി സഭകളായി പരസ്പരം അംഗീകരിച്ച് തർക്കവും വ്യവഹാരങ്ങളും എല്ലാം അവസാനിപ്പിച്ച് സാക്ഷ്യത്തോടുകൂടെ സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ 2 സഭകളായി. കഴിഞ്ഞ ദിവസം ഒരു പത്രക്കാരനോട് ചോദിച്ചു, ചാനലുകാർ ചോദിച്ചു, തിരുമേനി ഇത് ലയിക്കാൻ പോവുകയാണല്ലോ. ഞാൻ പറഞ്ഞു ലയനത്തിന് അതിനകത്ത് ഇപ്പൊ അവര് തന്നെ പറഞ്ഞു 2 വിശ്വാസമാണെന്ന്. 2 വിശ്വാസത്തിലുള്ളവർ എങ്ങനെയാ ലയിക്കുന്നത്? 2 വിശ്വാസത്തിലുള്ളവർ എങ്ങനെയാ ലയിക്കുന്നത്?
രണ്ടാചാരങ്ങളും വിശ്വാസവുമുള്ള ഒരു ഇതിൽ ലയിക്കുന്ന എന്താ? സഹകരണം സാധിക്കും. കത്തോലിക്കാ സഭയും മാർത്തോമാ സഭയും എല്ലാം ഇന്ന് നമ്മളുമായി എത്ര സഹകരണത്തിലാ പോകുന്നത്? ഈ സഭയുടെ ഒരുമിച്ച് നിന്നിരുന്ന സഭയാണ് മാർത്തോമാ സഭയും മലങ്കര കത്തോലിക്കാ സഭയും. പരസ്പരം നമ്മൾ പിരിഞ്ഞു. ഇന്ന് എത്രമാത്രം സഹകരണത്തോടെയും എത്രമാത്രം സൗഹാർദ്ദത്തോടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുവാൻ അവസാനം സുപ്രീം കോടതി ഗവൺമെന്റിന്റെ അഡ്വക്കറ്റിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് രമ്യമായി പരിഹരിക്കുവാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു വാചകം കൂടെ പറഞ്ഞത്. അത് ഇന്നത്തെ പത്രത്തിലും കണ്ടു. അതവിടെ കോടതിയിൽ അവസാനം പറഞ്ഞ കാര്യമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കലഹങ്ങളും തർക്കങ്ങളും വ്യവഹാരങ്ങളും അവസാനിപ്പിച്ച് കോടാനുകോടി ഈ വക്കീലന്മാർക്ക് കൊണ്ടുപോയി കൊടുത്ത് പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടി ഓരോ ഇടവകയിലും ഓർത്തഡോക്സ് സഭയിലും യാക്കോബായ സഭയിലും എത്രയോ മനുഷ്യരാണ് കഷ്ടപ്പെടുന്നത്. ഈ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് രണ്ട് സഹോദരി സഭകളായി നമുക്ക് അവകാശപ്പെട്ട ഇന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ മലങ്കര ചർച്ച് ബില്ല്, അതാണ് യഥാർത്ഥത്തിൽ ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത്. ഇപ്പൊ കോടതി പറയുന്നതായ പോലെ ഇടവകകളുടെ ആരാണ് എത്ര പേര് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ പറഞ്ഞേക്കുകയാണ്. ആ മലങ്കര ചർച്ച് ബില്ലിൽ പറയുന്ന കാര്യം എന്താ? ഇടവകകളിൽ ഹിതപരിശോധന നടത്തുക. ആരാണോ അവിടെ ഭൂരിപക്ഷം അവർക്ക് പള്ളി വിട്ടുകൊടുക്കുക. ജനാധിപത്യപരമായ രീതിയിൽ ആരാണോ ന്യൂനപക്ഷം അവർക്ക് അവകാശമല്ലെങ്കിൽ പള്ളി വെച്ചു കൊടുത്ത് സെമിത്തേരി ഇരുകൂട്ടർക്കും വൈദികരുൾപ്പെടെ എല്ലാവർക്കും പ്രവേശിക്കുവാനുള്ള ക്രമീകരണം ചെയ്ത് അങ്ങനെ ശാശ്വതമായി പ്രശ്നം പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് മുന്നോട്ട് ആ മലങ്കര ചർച്ച് ബില്ലുമായി 12.5 ലക്ഷം ആളുകളിലെ പൊതുസമൂഹത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്തത്. 1 ലക്ഷം ആളുകളിൽ അതിനെ എതിർത്തത്. ഈ 12.5 ലക്ഷത്തിൽ ഓർത്തഡോക്സ് സഭയിലെ ആളുകളുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. കാരണം അവർക്കും ആഗ്രഹമുണ്ട് തീരണമെന്ന്, അത് നീതിപൂർവ്വം തീരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ദൈവം കൃപ ചെയ്ത് ഈ മലങ്കര സഭാ തർക്കം ശാശ്വതമായി പരിഹരിക്കപ്പെട്ട് നമ്മുടെ ഈ ദേശത്ത് സാക്ഷ്യത്തോടു കൂടെ ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാൽ ഏത് പ്രതിസന്ധി വന്നാലും ഇനി എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ലയനത്തിന്റെ കാര്യം ലയനം അസാധ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, 1958 ഈ സഭകൾ ലയിച്ചു. എന്താ സംഭവിച്ചത്? 74 ആയപ്പോഴേക്കും പൂർണ്ണ ആ പിളർപ്പ് വന്ന് ഇന്ന് കാണുന്ന ദുരന്തത്തിലേക്ക്, ഇത്രയും അകൽച്ചയിലേക്ക് പോയത് ആ ലയനമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരു ശാശ്വത പരിഹാരമല്ല. ഇന്ന് 40-40 വർഷമായിട്ട് രണ്ട് സഭകളായിട്ട് തന്നെയാണ് പോകുന്നത്. 2 ഭരണ സംവിധാനങ്ങൾ, 2 സഭാതലവന്മാര്, എല്ലാ ക്രമീകരണങ്ങളുമായി പോകുമ്പോൾ അത് സമാധാനപരമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കോടതികൾ നമ്മുടെ കണ്ണുനീരും നമ്മുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയും കേൾക്കുമെന്ന പ്രത്യാശയോടെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഞാൻ സാന്ദർഭികമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇന്നലത്തെ ആ കോടതിയുടെ നമുക്ക് വലിയ ഒരു ആശ്വാസമാണ് ഇന്നലത്തെ ആ ഒരു വിധിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ 30-ാം തീയതി വരെ നമ്മൾ കാത്തിരിക്കണം. നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അഹങ്കരിക്കേണ്ട സമയമല്ല, അമിതമായി ആഹ്ലാദിക്കേണ്ട സമയമല്ല, ആരെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട സമയമല്ല. മറിച്ച് തമ്പുരാന്റെ മുൻപിൽ മുട്ടുമടക്കി നമുക്ക് നേരെ നടന്ന അനീതികൾക്ക് സ്വർഗത്തിലെ ദൈവം നമുക്ക് നീതി നടപ്പാക്കി തരുവാൻ തക്കവണ്ണം കരുണ ചെയ്യുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാർത്തോമാ ശ്ലീഹായെ കുറിച്ച് ഒരു വാചകം കൂടെ പറയട്ടെ. അദ്ദേഹം ഭാരതത്തോളം കർത്താവിന്റെ സുവിശേഷത്തിനായി ഇവിടെ വന്ന് ഈ മണ്ണിൽ തന്റെ ജീവൻ നൽകിയ ആ വിശുദ്ധനായ ശ്ലീഹ, ക്രിസ്തുവിൽ നമ്മളെ സുവിശേഷം അറിയിച്ച ചിലര് പറയും യാക്കോബായക്കാരൻ മാർത്തോമാ ശ്ലീഹായെ സ്വീകരിക്കുന്നു. നമ്മളെല്ലാവരുടെയും പൈതൃകം മാർത്തോമൻ പൈതൃകം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? മാർത്തോമാ ശ്ലീഹ ഭാരതത്തിന്റെ സുവിശേഷകനാണെന്നുള്ളത് അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പിന്നെ എവിടെയാണ് ഈ അപ്പോസ്തലിക അല്ലെങ്കിൽ ശ്ലൈഹിക പിന്തുടർച്ച? അതെവിടെ നിന്നുള്ളതാണെന്നുള്ളതാണ്. ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടല്ല. ആ മാർത്തോമാ ശ്ലീഹ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മുറിക്കകത്ത് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുമ്പോൾ കർത്താവ് അവിടെ വന്നു, പ്രത്യക്ഷപ്പെട്ടു. മാർത്തോമാ ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. മാർത്തോമാ ശ്ലീഹ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ മാർത്തോമാ ശ്ലീഹ പറഞ്ഞു, ഞാനത് വിശ്വസിക്കില്ല. അവന്റെ ആണിപ്പാടുകളിൽ വിരലിടുകയും വിലാപ്പുറത്ത് കൈവച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ്
ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരുമിച്ചിരിക്കുമ്പോൾ സ്ലീഹായും കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ഇവിടെ വന്നിട്ട് മാർത്തോമാ സ്ലീഹായെ വിളിച്ചു. നീ ഇങ്ങടുത്ത് വരാൻ പറഞ്ഞു. നിന്റെ കൈ കൊണ്ടുവാ, എന്റെ ആണിപ്പാടുകൾ നിന്റെ വിരൽ വയ്ക്കുക, എന്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കുക. മാർത്തോമാ സ്ലീഹ അങ്ങനെ ചെയ്തതായിട്ട് വേദപുസ്തകം ഒരിടത്തും പറയുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പറഞ്ഞ ആ വിശ്വാസം, എന്റെ കർത്താവ്, മൈ ലോർഡ് ആൻഡ് മൈ ഗാഡ്, എന്റെ കർത്താവും എന്റെ ദൈവവും, ഏറ്റവും വലിയ യേശു ക്രിസ്തുവിനെ കർത്താവായി ഉടയവനായി അംഗീകരിച്ച് ഭാരതത്തോളം വന്ന് രക്തസാക്ഷിയായി തീർന്ന വിശ്വാസം. ഞാൻ ഒരു കാര്യം മാത്രം പറയുകയാണ്. മാർത്തോമാ സ്ലീഹ സംശയിച്ച് കർത്താവിനെ കാണാൻ പറ്റാതിരുന്നതിന്റെ കാരണം എന്താ? ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാ. അദ്ദേഹം ആ ശിഷ്യന്മാരുടെ ആ കൂട്ടായ്മയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒറ്റയ്ക്ക് അദ്ദേഹം എവിടെയാണ് പോയതെന്നറിയില്ല. ഇത് തന്നെയാണ് ചില ആളുകൾ പറയും, ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകേണ്ട കാര്യമുണ്ടോ? കൂട്ടായ്മയുടെ ആവശ്യമുണ്ടോ? ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആ ദൈവീക കൂട്ടായ്മ ഇടവകയില് സഭയോട് ചേർന്ന് നിൽക്കേണ്ടതിന്റെ ആവശ്യകത. മാർത്തോമാ സ്ലീഹ സംശയിക്കുകയാണ്. ആ സംശയം എന്ന് പറയുന്ന വേദപുസ്തകത്തില് ഒത്തിരി പേര് സംശയിച്ചു. സാറായോട് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞുണ്ടാകുന്ന സാറ സംശയിച്ചു, സക്കറിയാവ് സംശയിച്ചു, കന്യകമറിയാം അമ്മ സംശയിച്ചു. ഇങ്ങനെ ഒരു നിര സംശയം കാണാൻ സാധിക്കും. പക്ഷെ അവിടെയൊക്കെ കർത്താവ് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുവാണ്. അവരുടെ സംശയത്തിന്റെ അടിസ്ഥാനം നിഷ്കളങ്കമായൊരു സംശയം. അവിടെ ഇതൊക്കെ വെളിപ്പെടുത്തി കൊടുത്ത് അതിനെ ദൂരീകരിച്ചു കൊടുക്കുമ്പോൾ മാർത്തോമാ സ്ലീഹായ്ക്കും അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് ആധുനിക ലോകത്ത് ഈ സംശയം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. കുടുംബ ബന്ധങ്ങൾ ഇന്ന് പലപ്പോഴും, കഴിഞ്ഞയാഴ്ച കോട്ടയത്ത് നടന്ന ഒരു ദാമ്പത്യ കൊലപാതകം, ഭാര്യയെ കാറിനകത്ത് ഭർത്താവ് ചുട്ടുകൊന്ന ഒരു സംഭവം നിങ്ങൾ പെട്രോൾ ഒഴിച്ചു കൊന്ന് നിങ്ങൾ കേട്ട് കാണും. കാരണം എന്താ? ഭാര്യയെ സംശയമാണ്, ഭാര്യയെ സംശയമാണ്, ഭർത്താവിന് സംശയമാണ്, മൊത്തം സംശയമാണ്. ഈ സംശയമാണ് പലപ്പോഴും അകാരണമായ ദാമ്പത്യ ബന്ധങ്ങളിലെ സംശയത്തിന്റെ ചില കാരണങ്ങൾ. ഭാര്യ ഭർത്താക്കന്മാരുടെ അവിഹിതമായ ബന്ധങ്ങളും അവിശ്വസ്തമായ ജീവിതചര്യകളുമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എത്രയോ കുടുംബങ്ങളാണെന്ന് ഈ സംശയത്തിന്റെ ഈ കൊടും ചുഴിയിൽപ്പെട്ട് കണ്ണുനീരിലും അതോടൊപ്പം തന്നെ കണ്ണുനീർ താഴ്വരകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ദാമ്പത്യങ്ങളുണ്ട്. തങ്ങൾ അറിയാത്ത കാര്യത്തിന് ഭർത്താവ് സംശയിക്കുന്നു. അങ്ങോട്ട് നോക്കിയാൽ ഒരാളോട് മിണ്ടിക്കഴിഞ്ഞാൽ സംശയം, ഒരാളുടെ അടുത്ത് പോയാൽ സംശയം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സംശയം മാർത്തോമാ സ്ലീഹായ്ക്ക് കർത്താവിനെ വരെ സംശയിക്കാൻ ഇടയായി തീർന്നെങ്കിൽ അവൻ നിഷ്കളങ്കമായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് മാറിയില്ല. അതിന്റെ കാരണം പിന്നീട് അത്രയും പറഞ്ഞെങ്കിലും അപ്പോസ്തലന്മാരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, വീണ്ടും വിട്ടുപോയില്ല. ഇവിടെയാണ് ആ ബന്ധത്തിൽ നിന്നും അകന്നു പോയപ്പോഴാണ് അല്പം സംശയിക്കാൻ ഇടയായി തീർന്നത്. നിങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിലും ഈ വിള്ളൽ വരാതെ, ഈ അകൽച്ച വരാതെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ബന്ധത്തിൽ വിശ്വസ്തതയും ആ ഇഴകൾ ചേർന്നിരിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുകയും പങ്കാളിയുടെ സംശയങ്ങൾ വരുമ്പോൾ അത് ദൂരീകരിച്ചു കൊടുക്കുവാനും കർത്താവ് വന്ന് മാർത്തോമാ സ്ലീഹായ്ക്ക് ദൂരീകരിച്ചു കൊടുത്തു. അതിനുള്ള ഉത്തരവാദിത്വവും കൂടെയുണ്ട്. ഞാനിത് പറയാൻ കാരണം, കണക്ട് ചെയ്യാൻ കാരണം, സമീപനാളുകളിൽ നടക്കുന്നതായ ദാമ്പത്യത്തിലെ അവിശ്വസ്തയും സംശയങ്ങളുമൊക്കെ എത്രമാത്രം കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ഈ ദിവസം നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഈ ദുഃഖ്രോനോ പെരുന്നാളിൽ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ഏറ്റുപറഞ്ഞ വിശ്വാസത്തിനു വേണ്ടി മരണം വരെയും അദ്ദേഹം നിലകൊണ്ടതുപോലെ നമ്മുടെ പിതാക്കന്മാര് പഠിച്ച് നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം, അന്ത്യോക്യ സിംഹാസനം പകർന്നു തന്ന ആ സത്യവിശ്വാസത്തിന്റെ ആ തിരുനാളങ്ങൾ ഏത് പ്രതിസന്ധിയിലും അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാൻ ഈ ഓർമ്മ പെരുന്നാൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ വരാൻ സാധിച്ചിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മുളന്തുരുത്തി ഇടവക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം ഭവനം പോലെയാണ് ഞാൻ കാണുന്നത്. വൈദിക സെമിനാരിയെയും ഞങ്ങളെയും ഒക്കെ ഒത്തിരി, പ്രത്യേകിച്ച് വ്യക്തിപരമായി എന്നെ ഒത്തിരി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഇടവക, ഈ ഇടവകയുടെ മക്കളുടെ സന്തോഷത്തിലും ദുഃഖങ്ങളിലുമെല്ലാം നിങ്ങളോട് കൂടെ ആയിരിക്കാൻ സാധിക്കുന്നത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവം അനുവദിച്ചാൽ അടുത്ത പെരുന്നാള് നമ്മുടെ ദേവാലയത്തിൽ
നമുക്ക് ആഘോഷിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നീതി നടത്തുന്നവനായ ദൈവം നീതി നടത്തി നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മയും അതോടൊപ്പം തന്നെ എല്ലാവരുടെയും സമാധാനത്തിനുള്ളതായ ആ മനസ്സുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കാരുണ്യവാനായ കർത്താവ് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥത മുഖാന്തരം നിങ്ങളേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അഭിനന്ദ പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി, മലങ്കര മെത്രാപ്പൊലീത്ത തിരുമേനി ഒത്തിരി ത്യാഗം സഹിച്ച് പ്രതിസന്ധിയിലൂടെ നമ്മുടെ സഭയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അഭിനന്ദ തിരുമേനിയുടെ ആ നേതൃത്വം ഇന്ന് നമ്മുടെ സഭയ്ക്ക് വലിയ അനുഗ്രഹമായി ഈ പ്രതിസന്ധികൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ദൈവത്തോട് തിരുമേനിയെ ദൈവം ശക്തിപ്പെടുത്തുവാൻ, പരിശുദ്ധ സഭയെ ദൈവം മുന്നോട്ട് തേജസ്സോടെ നയിക്കുവാൻ നമുക്ക് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കും.